ഒരു സ്പെഷ്യൽ അങ്കണവാടി പദ്ധതികളെക്കുറിച്ചാണ്. അതായത് ഭിന്നശേഷി വിഭാഗത്തിലെ സ്പെഷ്യൽ അങ്കണവാടി പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സ്പെഷ്യൽ അങ്കണവാടികൾ അടുത്ത വർഷം മുതൽ സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സ്പെഷ്യൽ അങ്കണവാടിയിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്പെഷ്യൽ അംഗനവാടികളിലെ പരിശീലനത്തിന് ശേഷം പൊതുവിദ്യാലയങ്ങളിൽ ചേർന്നത് 1460 ഭിന്നശേഷി കുട്ടികളാണ്. അവരുടെ ചിരിയിൽ തെളിച്ചമാർന്നു കിടക്കുകയാണ് സർക്കാരിന്റെ അനുയാത്ര പദ്ധതി. കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കിയ പദ്ധതി വലിയ വിജയമായതിനാൽ ഈ വർഷം തന്നെ മറ്റൊരു ജില്ലയിൽ കൂടി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. സ്പെഷ്യൽ അംഗനവാടിയിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ സംഗമം മലർവാടി എന്ന പേരിൽ കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ നടന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി സൗഹൃദ കേരളത്തിനായുള്ള സമഗ്ര പദ്ധതി അനുയാത്രയുടെ കീഴിൽ കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അംഗൻവാടി പദ്ധതി അടുത്ത വർഷം മുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് നമുക്കുണ്ട്. പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ. നേരത്തെ മെഡിക്കൽ കോളേജുകളിലായിരുന്നു. ഇപ്പൊ കൂടുതൽ ഇടങ്ങളിലേക്ക് അത്തരം കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കാനും ഓടുന്ന വാഹനങ്ങളിൽ തന്നെ തെറാപ്പി സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള മൊബൈൽ ഇന്റർവെൻഷൻ സെന്റേഴ്സും ഒക്കെ നമുക്കുണ്ട്. പരിപാടിയിൽ അഹമ്മദ് ദേവർകോയിൽ MLA അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അധ്യാപികമാരായ 25 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് മന്ത്രി ചടങ്ങിൽ ഉപഹാരം നൽകി. കേരളത്തിന്റെ മികവ് തിരിച്ചറിഞ്ഞ് ലക്ഷദ്വീപിൽ നിന്നെത്തി കോഴിക്കോട്ടെ സ്പെഷ്യൽ അംഗനവാടിയിൽ പ്രവേശനം നേടിയ കെ മുഹമ്മദ് സയീമിനെ മന്ത്രി അനുമോദിക്കുകയും ചെയ്തു. മറ്റു കുഞ്ഞുങ്ങൾക്കും സമ്മാനങ്ങൾ നൽകി. നിറച്ചിരിയോടെയാണ് മലർവാടിയിൽ നിന്നും വിദ്യാർത്ഥികൾ മടങ്ങിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.